അപ്പോൾ അതാ പറയുന്നത് ഞാൻ കുറേ ദിവസമായി അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഗോട്ട് ദ വീഡിയോ. ഫെബ്രുവരി 14 വരാൻ പോവുകയാണ്. വാലന്റൈൻസിക്ക് ഗേൾഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ചെക്കൗട്ട് ഗൈസ്. ജനനായകൻ സിനിമയിൽ മറ്റൊരു നായിക കൂടി ഓൺ ബോർഡ് ആയിരിക്കുന്നു. കുറച്ച് ദിവസമായി വന്നിട്ട് സിനിമ അനലൈസ് ചെയ്യുന്ന നേരത്തൊക്കെ സുദ്യാസനാണ് നമ്മുടെ ജനനായകൻ ഇപ്പോൾ ഓൺ ബോർഡ് ആയിരിക്കുന്നത്. ഒരു ലോയർ ക്യാരക്ടറിലാണ് വരുന്നത് എന്നും കേൾക്കുന്നു. അതുപോലെ വേറൊരു ജനനായകൻ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഔട്ട്ഡോർ ഷൂട്ടൊന്നും ഇല്ല. തമിഴ്നാട് വിട്ട് ഈ പറഞ്ഞ ഷൂട്ടേ ഇല്ല എന്നത് തന്നെയാണ് നേരായ ഒരു കാര്യം. ഫുൾ സെറ്റ് കിട്ടും, നോർമൽ ഗ്രൗണ്ട് ലൊക്കേഷനുമാണ് ഷൂട്ടുള്ളത്. മൊത്തം ഒരു പൊളിറ്റിക്സ്, സഭ, കോർട്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ മൂവ്മെന്റ് ഉള്ളത്. നല്ലതായ മതിയായിരുന്നു. നെക്സ്റ്റ് അപ്ഡേറ്റ് കൈതി 2. ലോകേഷ് ഇപ്പോഴും കൂടിയിട്ട് ഷൂട്ടിംഗ് ആണ് ഉള്ളതെങ്കിലും കൈതി 2ന്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ രജിഷ തന്നെ കൈതി 2 ഉണ്ടാകുമെന്നാണ് ടോക്സ് പോകുന്നത്. അങ്ങനെ അപ്ഡേറ്റ്സ് കഴിഞ്ഞു. ഇനി ലിയോയെ കൈതി 2 കൊണ്ടുവരാൻ ചാൻസ് ഉള്ള കുറച്ച് ഫാൻ തിയറീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നെപ്പോളിയൻ ക്യാരക്ടർ വഴി. നെപ്പോളിയൻ നിലവിൽ പാർട്ടിന്റെ കൂടെ ഇല്ല, തിരിച്ച് തമിഴ്നാട്ടിലാണ് ഉള്ളത്. ദില്ലി ഉള്ളത് ഉത്തർപ്രദേശിലും. അഥവാ നെപ്പോളിയൻ കൈതി 2 വരികയാണെങ്കിൽ ദില്ലിയെ വീണ്ടും കണ്ടുമുട്ടും. സോ കൈതി 2 ലോസിന്റെ ഗ്യാങ് ദില്ലിയെ വേട്ടയാൻ ശ്രമിക്കുന്ന ടീം സ്റ്റോറിയാണ് എന്നാണ് തിയറീസ് ഒക്കെ പറയുന്നത്. ദില്ലി രക്ഷപ്പെടാനും കുറച്ചു നാൾ മാറി നിൽക്കാനും നെപ്പോളിയൻ ദില്ലിയെ പാർത്ഥിവിന്റെ ഹൗസിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് റോളക്സ് ഗ്യാങ്ങിന്റെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്കൻഡ് തിയറി, റോളക്സിനെ തോൽപ്പിക്കാൻ റോളക്സിന്റെ ബോട്ട് തന്നെ ഒരാൾ വേണം, അതായത് ലിയോ. ബ്ലാക്ക് സ്കോഡ് ലിയോ നിർമ്മിച്ച് സ്കോഡിലോട്ട് വരുത്തി കഴിഞ്ഞിട്ടുള്ള ക്ലൈമാക്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങോട്ട് ഒരാളെ ഇറക്കേണ്ടി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ലിയോയെ? ആ നേരത്തെ ബ്ലഡി സ്വീറ്റ് ബീജും പ്ലേ ആവുന്നു, പൊളിക്കില്ലേ? എന്നിട്ടൊരു എൻട്രി കൊടുത്ത തിയേറ്റർ കുലുങ്ങും. തേർഡ്, വോയിസ് ഓവർ. ഈ വോയിസ് ഓവറിനാണ് ഏറ്റവും അതിൽ ചാൻസ് ഉള്ളത്. ഒരു ഫോൺ കോൾ സീക്വൻസ്, ഇപ്പോൾ റോളക്സ് ആയി ക്ലൈമാക്സിൽ ഒരു വോയിസ് ഓവർ സീക്വൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? തകർക്കില്ലേ? ഫോർത്ത് പോയിന്റ്, ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ റോളക്സിന്റെ ഗ്യാങ്ങും ആന്റണിയുടെ ഗ്യാങ്ങും കണക്ട് ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവർ ഫാമിലി ആണെന്നൊക്കെയാണ് തിയറീസ് ഉള്ളത്. ഫ്ലാഷ് ബാക്ക് സീക്വൻസ് കൈതി 2 ഉണ്ടെങ്കിൽ, റോളക്സിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, ലിയോ ദാസിന്റെ ലിയോ ടൈമിൽ കൈതി 2 ലൊക്കേഷൻ കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്തിരുന്നല്ലോ. അന്നത്തെ റൂമേഴ്സ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സീക്വൻസ് ചെയ്ത സീൻസ് ഒക്കെ കൈതി 2 ഫ്ലാഷ് ബാക്കിൽ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഇതൊക്കെ ജസ്റ്റ് ഫാൻ തിയറീസ് ആണ്. ചിലത് കോമഡിയായിട്ടും തോന്നും. നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ആക്കണമെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ലിയോ 2 ഫാൻ മേഡ് സ്റ്റോറി ടെല്ലിംഗ് സീരീസ് ഫെബ്രുവരി 16 11 മണിക്ക് തന്നെ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഡേറ്റ് മാറ്റാം, എന്താ വർക്ക് കഴിയുന്നവരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് എന്തെങ്കിലും ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ